ഇങ്ങനെ പിന്നെങ്ങനെ ഇന്ത്യൻ മിനിസ്ട്രിയിലും അമേരിക്കൻ ക്യാബിനറ്റിലും മെമ്പേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമസ്കാരം, ഇങ്ങനെ പിന്നെ എങ്ങനെയൊക്കെ സ്വാഗതം. നമുക്കറിയാം, ഇന്ത്യൻ മന്ത്രിസഭയിൽ അംഗമാണെങ്കിൽ ഒന്നില്ലെങ്കിൽ ലോക്സഭയുടെ മെമ്പർ ആയിരിക്കണം, അല്ലെങ്കിൽ രാജ്യസഭയുടെ മെമ്പർ ആയിരിക്കണം. രാജ്യസഭയിൽ നോമിനേറ്റ് ചെയ്താലും മതി. ഇപ്പൊ നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ അല്ലെങ്കിൽ ഫോറിൻ മിനിസ്റ്റർ ജയ്ശങ്കർ അവരൊക്കെ രാജ്യസഭയിലെ നോമിനേറ്റഡ് മെമ്പേഴ്സ് ആണ്. പുറമെ ഒരാളെ കൊണ്ടുവന്നിട്ട് മന്ത്രിയാക്കാൻ പറ്റില്ല. അദാനിനെ പിടിച്ച് മന്ത്രിയാക്കാൻ പറ്റില്ല. അദാനിനെ മന്ത്രിയാകണമെങ്കിൽ അദാനിക്ക് ആദ്യം തന്നെ രാജ്യസഭയിലോ ലോക്സഭയിലോ മെമ്പർഷിപ്പ് വേണം. അമേരിക്കയിൽ അങ്ങനെയല്ല. അമേരിക്കയിൽ പ്രസിഡന്റിന് ആരെ വേണമെങ്കിൽ ക്യാബിനറ്റ് മെമ്പർ ആക്കാം. നമ്മുടെ നാട്ടിൽ മിനിസ്റ്റർ എന്ന് പറയാം, ഇവിടെ സെക്രട്ടറി എന്ന് പറയാം. നമ്മുടെ നാട്ടിലെ ഡിഫൻസ് മിനിസ്റ്റർ ആണ് ഇവിടുത്തെ സെക്രട്ടറി ഓഫ് ഡിഫൻസ്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഫോറിൻ മിനിസ്റ്റർ ആണ് ഇവിടുത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ പാർലമെന്റിന്റെ ഈക്വലന്റ് ആണ് ഇവിടുത്തെ കോൺഗ്രസ്. നമ്മുടെ പാർലമെന്റിൽ രാജ്യസഭയുണ്ട്, ലോക്സഭയുണ്ട്. ഇവിടെ കോൺഗ്രസിൽ ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സും ഉണ്ട്, സെനറ്റേഴ്സും ഉണ്ട്. ഇവരുടെ ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ എം പിമാരെയാണ്. എല്ലാ സംസ്ഥാനങ്ങൾക്കും അവരുടെ ജനസംഖ്യ അനുസരിച്ച് കൂടുതൽ എം പിസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ കൂടുതൽ ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ് ഉണ്ടായിരിക്കും. എന്നാൽ സെനറ്റേഴ്സ് വളരെ വ്യത്യസ്തമാണ്. എല്ലാ സ്റ്റേറ്റിനും 2 സെനറ്റേഴ്സ് ആണ്, ഒരു വ്യത്യാസമില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കാലിഫോർണിയ ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ സ്റ്റേറ്റ്. അവർക്ക് ഓൾമോസ്റ്റ് 39 മില്യൺ ആണ് പോപ്പുലേഷൻ. അതായത് 4 കോടിയുടെ അടുത്ത് വരും അവിടുത്തെ ജനസംഖ്യ. എന്നാൽ അവർക്ക് ഈ പ്രസിഡന്റിനെ എലക്ട് ചെയ്യുമ്പോൾ 54 ഡെലിഗേറ്റ്സ് ഉണ്ട്. എന്നാൽ ഇവിടുത്തെ ഏറ്റവും ചെറിയ സ്റ്റേറ്റ് എന്ന് പറയുന്നത് വയോമിംഗ് ആണ്. അവിടെ കഷ്ടി 6 ലക്ഷം അല്ലെങ്കിൽ 584,000 ഒക്കെയാണ് അവിടുത്തെ പോപ്പുലേഷൻ. അവർക്ക് പ്രസിഡന്റിനെ എലക്ട് ചെയ്യുമ്പോൾ വരുന്ന ഡെലിഗേറ്റ്സിന്റെ എണ്ണം 3 എന്നാൽ സെനറ്റേഴ്സ് ഇവർക്ക് 2 പേർക്കും 2. അപ്പോ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മെമ്പറിനെ എപ്പോഴും സെനറ്റ് അപ്രൂവ് ചെയ്യണം. ഇപ്പൊ ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവിന് യാതൊരു ബന്ധമില്ല, ഇവിടെ സെനറ്റിന് മാത്രമേ ബന്ധമുള്ളൂ. ഈ സെനറ്റിൽ 100 മെമ്പേഴ്സ് ഉള്ളത്, കാരണം 50 സ്റ്റേറ്റ് 2 മെമ്പേഴ്സ് വെച്ചിട്ട് 100 മെമ്പേഴ്സ്. അതിൽ 51 സിമ്പിൾ മെജോറിറ്റി കിട്ടിയാൽ പ്രസിഡന്റ് നോമിനേറ്റ് ഒരാളെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 6 ലക്ഷം പോപ്പുലേഷൻ ഉള്ള സ്റ്റേറ്റിനും 4 കോടി പോപ്പുലേഷൻ ഉള്ള സ്റ്റേറ്റിനും 2 മെമ്പേഴ്സ് ആണ്. പറയുന്നു, മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ട്രംപിന് ആര് വേണമെങ്കിൽ അപ്പോയിന്റ് ചെയ്യാം. ഏത് ഫീൽഡിലുള്ള ആളെ കൊണ്ടുവന്നിട്ടും ക്യാബിനറ്റ് മെമ്പർ ആക്കാൻ പറ്റും. സെനറ്റിന്റെ അപ്രൂവൽ വേണമെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ നമ്മുടെ വിവേക് രാമസ്വാമിയും ഇലോൺ മസ്കും ക്യാബിനറ്റിന്റെ മെമ്പർ അല്ല. അവരൊരു കൺസൾട്ടന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അവര് പ്രസിഡന്റിനെ അഡ്വൈസ് ചെയ്യാണ്. അപ്പൊ അവരെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രസിഡന്റിന് ആരുടെ അപ്രൂവലിന്റെ ആവശ്യമില്ല. അപ്പോൾ ഡോഷ് എന്നുള്ള ഡിപ്പാർട്ട്മെന്റ് ഇൻഡിപെൻഡന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അവരുടെ അഡ്വൈസ് ആണ് പ്രസിഡന്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ അമേരിക്കൻ ക്യാബിനറ്റിൽ ആർക്ക് വേണമെങ്കിൽ മെമ്പർ ആവാം. സെനറ്റിൽ 51 സിമ്പിൾ മെജോറിറ്റി വേണമെന്ന് മാത്രം. നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ കമന്റ് കോളിൽ രേഖപ്പെടുത്തണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റിനെ എങ്ങനെയാണ് എലക്ട് ചെയ്യുന്നത് അറിയണമെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. നമസ്കാരം.